ഓരോ ദിവസവും പുതിയൊരു അവസരമാണ്. നമ്മൾ ഓരോ ദിവസവും ഒരു പുതിയ ദിവസത്തിന് വേണ്ടി കണ്ണു തുറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു രണ്ടാമത്തെ അവസരമാണ്. എവ്രി ഡേ ഈസ് എ സെക്കൻഡ് ചാൻസ്. ഇന്ന് വരെ നമ്മൾ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്താതെ നമ്മൾ എടുക്കാമായിരുന്ന പല തീരുമാനങ്ങളും എടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്ന് പറയുന്നത് നമുക്കതെല്ലാം മാറ്റാൻ കിട്ടുന്ന ഒരവസരമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. പക്ഷേ ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു എ ചോയ്സ്. ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഓരോ ദിവസവും ചോദിക്കണം. നിങ്ങൾ എവിടെയാണ് എത്താൻ ആഗ്രഹിക്കുന്നത്? ആ സ്ഥലത്താണോ നിങ്ങളിന്ന് നിൽക്കുന്നത്? നിങ്ങൾ ഏത് മനുഷ്യനാവാനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരാളായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, ഇതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എങ്കിൽ ഇതാണ് ആ അവസരം എന്ന് പറയുന്നത്. പക്ഷേ ഓരോ ദിവസവും നമ്മളിങ്ങനെ വീണ്ടും ഒരു അവസരം കിട്ടുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇന്നെനിക്ക് മടിയാണ്, ഇന്നെനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. നമ്മളൊരു മടിയനാണെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാത്ത ഒരാളാണെങ്കിൽ, സമയം നന്നായിട്ട് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉറച്ചൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ, നമ്മളൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇത് തന്നെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വി ഹാവ് ടു പ്രോമിസ് അവർ സെൽഫ്, ഐ വിൽ നോട്ട് ബി ലേസി ടുഡേ. ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ ഇരിക്കും. ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലായിരിക്കും. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എൻ്റെ ലേസിനെസ് ഉണ്ടാവും, എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടാവും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ സമയം നഷ്ടപ്പെടുത്താൻ ഒരുപാട് അവസരങ്ങൾ കാണും, പറയാൻ ഇഷ്ടം പോലെ എക്സ്ക്യൂസസും കാണും. പക്ഷേ ഇന്ന് ഞാൻ അതിനൊന്നും വിട്ടുകൊടുക്കില്ല. ടുഡേ ഐ വിൽ ബി ഫോക്കസ്ഡ്. കാരണം ഇന്ന് എനിക്ക് കിട്ടുന്ന ഒരു രണ്ടാമത്തെ അവസരമാണ്. ഇന്നെൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടി ക്ലോസർ ആവാൻ കിട്ടുന്ന, ഒരു സ്റ്റെപ്പ് കൂടി അടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. യെസ്, ബിക്കോസ് എനിക്കറിയാം ഞാൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളായി ഞാൻ മാറിയിട്ടില്ല. എനിക്കിനിയും ചെയ്യാൻ പറ്റും, ഐ ക്യാൻ. പിന്നെ എന്തിനാണ് ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു? വൈ ഷുഡ് ഐ ലിമിറ്റ് മൈ സെൽഫ്? നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് അതിൽ നമ്മൾ സമയം കളയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ നമ്മുടെ സമയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് മറ്റാരൊക്കെയോ ആണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ അതിൽ സമയം കളയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരോ ഈ ഭൂലോകത്തിൻ്റെ ഒരറ്റത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ സമയം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സമയവും മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവരതിനു വേണ്ടിയിടുന്ന എഫോർട്ട്, നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, നിങ്ങളെ അവിടെ പിടിച്ചിരുത്താൻ, നിങ്ങളെ അലസനായി നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇരുത്താൻ വേണ്ടി അവരിടുന്ന എഫോർട്ട് എന്ന് പറയുന്നത്, അവരൊഴുക്കുന്ന പണം എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തെ വശത്തും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ മനസ്സും നമ്മുടെ തീരുമാനങ്ങളും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. യു വിൽ നോട്ട് ഗിവ് അപ്പ് ടുഡേ ഓർ യു വിൽ നോട്ട് ബി ലേസി ടുഡേ. ഇങ്ങനെയൊരു തീരുമാനം, നമ്മുടെ 100% കൊടുക്കാനുള്ള ഒരു ഡിസിഷൻ നമ്മൾ ഓരോ ദിവസവും രാവിലെ എടുക്കുന്നില്ലെങ്കിൽ നത്തിങ് വിൽ ചേഞ്ച്. യു വിൽ റിപ്പീറ്റ് ദ ഓൾഡ് ഹാബിറ്റ്സ്, യു വിൽ റിപ്പീറ്റ് ദ ഓൾഡ് ലേസിനെസ് ആൻഡ് യുവർ ലൈഫ് വിൽ ബി ദ സെയിം. ഒന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നഷ്ടപ്പെടുത്തിയ മൊമെൻറ്റ്സിനും നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ജോർജ് എലിയട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ബി വാട്ട് യു മൈറ്റ് ഹാവ് ബീൻ. നിങ്ങൾക്കാവാൻ പറ്റുന്ന ആ മനുഷ്യനാകാൻ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഒരു തീരുമാനം അകലെയാണ് നിങ്ങൾ, ഒരു ദിവസം അകലെയാണ് നിങ്ങൾ. നമ്മുടെ മനസ്സ് നമ്മളെ പലപ്പോഴും പറ്റിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളെ പല നല്ല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ പല ചീത്തശീലങ്ങളിലേക്കും തള്ളിയിടാനും നമ്മുടെ മനസ്സ് പറയുന്ന ഒരു ചെറിയ ട്രിക്ക്. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മനസ്സ് പറയും, ഓ ഇതൊരു ചെറിയ കാര്യമല്ലേ. നമ്മളൊരു ഹാബിറ്റ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒരു പുസ്തകം വായിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും, ഒരു പേജല്ലേ, ഇതൊരു ചെറിയ കാര്യമല്ലേ, നാളെ ചെയ്യാം. അപ്പോൾ നമ്മളത് നാളത്തേക്ക് മാറ്റി വയ്ക്കും. അതേസമയം അതൊരു ചീത്തശീലമാണെങ്കിലോ നമ്മുടെ മനസ്സ് പറയും, ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇത് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്, നത്തിങ് ഈസ് സ്മോൾ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും വലുതാണ്. ഇറ്റ് മാറ്റേഴ്സ്. നമ്മുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് മടിയോടെ മാറ്റിവെക്കുന്ന ഒരു ചെറിയ തീരുമാനം പോലും നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് മാറ്റി വെക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. എവ്രി ഡിസിഷൻ മാറ്റേഴ്സ്, എവ്രി സ്മോൾ തിങ് മാറ്റേഴ്സ്. ദ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളൊരു തീരുമാനമെടുത്താൽ സമയം നോക്കി നിൽക്കില്ല, അവസരങ്ങൾ നോക്കി നിൽക്കില്ല, മറ്റാരും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. സോ make a decision, go and give your best. Inspiring, free.